രാത്രി 8:30 ആയിക്കാണ് ഉബൈദിന് മുട്ടം പനി. പിന്നെ ഒന്നും നോക്കിയില്ല, ആനെ വിളിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക്. ഇപ്പോഴത്തെ പനിയൊന്നും നമുക്ക് പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. വല്ല വൈറൽ പനിയാണെങ്കിൽ നമ്മുടെ കൈ നിൽക്കത്തില്ലല്ലോ. തിരിച്ചു വന്നപ്പോഴത്തേനും ദാ അടക്കുന്നത് എനിക്ക് നല്ല പനി. പിന്നെ എൻ്റെ പാരസെറ്റാമോളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാവർക്കും പനി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പിറ്റേന്ന് കഞ്ഞിയാക്കി. കഞ്ഞിയും ചെറുപയർ തോരനും അച്ചാറും ഒക്കെ ആയിട്ടൊരു ദിവസം. ചുമ്മാതാട്ടോ, കഞ്ഞി എന്നൊക്കെ വെച്ചാലും ചോറ് വെച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു പോയ സംഭവം. പക്ഷേ എൻ്റെ പിള്ളേർക്ക് ഈ കഞ്ഞി ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇന്നാ മനസ്സിലായത്. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് കഞ്ഞി ട്രൈ ചെയ്യണം. ഒട്ടും പനി കുറവില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവൻ്റെ ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രം റിസൾട്ട് കിട്ടത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ വിളിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു, ഒരു അരി തൂത്ത് തുണി കഴുകി, പാത്രം കഴുകി. നമ്മളിന്ന് തല പൊക്കാത്തതുകൊണ്ട് വീടെല്ലാം ഫുൾ അലമ്പായിട്ട് കിടക്കുകയാണ്. എല്ലായിടവും ജോലിയായിരുന്നു. ഇന്ന് ഞാൻ തല പൊക്കിയിട്ടേ ഇല്ല, അമ്മാതിരി തലവേദന ആയതുകൊണ്ട് വീട് ഫുൾ അലമ്പായിട്ട് നാശകോടാലിയായിട്ട് കിടക്കുമായിരുന്നു. നോക്കിയപ്പോഴാന്തേ ചെറുപയർ തോരനും തീർന്നു പോയി. അവന്മാരെന്തെങ്കിലും ഒന്നും ഇല്ലാതെ കഴിക്കത്തില്ല എന്ന് തോന്നിയതുകൊണ്ട് വൻപയർ തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ സമയത്താണ് എന്നെ പാത്രം ചതിച്ചത്. പിന്നെ ഇങ്ങോട്ട് വരുന്നതേ ഇല്ല ഈ പാത്രം. എൻ്റെ ഒരു കഷ്ടകാലം നോക്കണേ. അങ്ങനെ ഏതുവിധം അത് വലിച്ചൂരിയിട്ട് തോരനും വെച്ച് കഞ്ഞിയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് റിസൾട്ടും വാങ്ങിച്ച് മരുന്നും വാങ്ങിച്ച് വീട്ടിലോട്ട്. അപ്പോൾ അത്രയുള്ളൂ. പിന്നെ കാണാൻ